കൈരളിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. പേരുകൊണ്ടും പ്രമേയം കൊണ്ടും വ്യത്യസ്തമായ വളരെ ചുരുക്കം സിനിമകളുടെ പട്ടികയിലേക്ക് ഒരു ചിത്രം കൂടി എത്തുകയാണ്. ദീപു കരുണാകരൻ സംവിധാനം ചെയ്ത കരിങ്കുന്നം സിക്സേഴ്സ് എന്ന ചിത്രം. അനുഗ്രഹീതയായ അഭിനേത്രി മഞ്ജു വാര്യരോടൊപ്പം സമൃദ്ധമായ വലിയ ഒരു താരനിര തന്നെയാണ് ഈ ചിത്രത്തിലൂടെയും നമുക്ക് മുന്നിൽ എത്തുന്നത്. ഇന്ന് ഈ പെരുന്നാൾ ദിനത്തിൽ കരിങ്കുന്നം സിക്സേഴ്സിന്റെ വിശേഷങ്ങളുമായി ഈ ചിത്രത്തിലെ സംവിധായകനും താരങ്ങളുമാണ് എന്നോടൊപ്പം ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. എല്ലാവർക്കും ആദ്യമേ തന്നെ പെരുന്നാൾ ആശംസകൾ. നല്ല ദിവസത്തിൽ എല്ലാവരും കണ്ടുമുട്ടാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഏതെങ്കിലും ഒരു ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഒരു ആഘോഷ സമയത്ത് ഒരു ചിത്രം ആൾക്കാരുടെ മുമ്പിലെത്തുമ്പോൾ സാധാരണ സിനിമകൾ എത്തുന്നതിനേക്കാൾ കൂടുതൽ വളരെയധികം പ്രതീക്ഷയോടെയാണ് എല്ലാവരും തിയേറ്ററിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസരത്തിൽ ഒരു സിനിമ സംവിധാനം ചെയ്ത് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുമ്പോൾ ഒരു സംവിധായകൻ എന്ന നിലയിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ്. എല്ലാവരും രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം. എല്ലാവർക്കും വെക്കേഷനൊക്കെ വരുന്നു, പിള്ളേരൊക്കെ കാണാൻ വരും. അപ്പോൾ ഏതൊരു ഇതിലാണ് നമുക്കിതൊരു സ്പോർട്സ് റിലേറ്റഡ് സിനിമയാക്കാം അല്ലെങ്കിൽ വോളിബോൾ തിരഞ്ഞെടുക്കാമെന്ന് തോന്നിയത്? സാധാരണ സിനിമകൾക്കൊരു ഗ്രാഫുണ്ട്. ആ ഗ്രാഫിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ ഒരു പ്രമേയം, കഥ പറഞ്ഞു പോകുന്ന രീതിയൊക്കെ. അപ്പം അത് എങ്ങനെ ഒരു എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻ്റർടൈനിങ് ആയിട്ട് ഓരോ സെഗ്മെൻറ്റിൽ പോകും എന്നുള്ളതാണ് സ്ക്രിപ്റ്റിലെ ലെവലിൽ നമുക്ക് ഫസ്റ്റുള്ള ടെൻഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ സ്പോർട്സ് സിനിമ ചെയ്യും, അത്ലറ്റിക്സോ അല്ലെങ്കിൽ ക്രിക്കറ്റോ ഫുട്ബോളോ പോലെയൊന്നും അല്ല വോളിബോൾ. ഓരോ സ്മാഷും ഓരോ ഷോട്ടും ഓരോ ലോസും ഒക്കെ തന്നെ അതിൽ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. അത് വച്ച് ഇത് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു. അപ്പം അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്താ പറയുക, വെളിച്ചപ്പെടേണ്ട അനുഗ്രഹം കിട്ടി തുള്ളി ഉറഞ്ഞു തീർത്തു എന്ന് പറയും പോലെ ഒരൊറ്റ സ്ട്രെച്ചിലൊക്കെ എടുത്ത് തീർന്നുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ല. പക്ഷേ ശരിക്കും ഇപ്പം നിങ്ങൾ ഈ പറയുന്നത് പോലെ പറയുമ്പോൾ ഇത്രയൊക്കെ ചെയ്തു അല്ലേ എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട്. എല്ലാവരും വിചാരിച്ചതിനേക്കാൾ കൂടുതൽ നല്ല സ്മാഷുകൾ അടിച്ച് ഷൂട്ടിംഗ് പൂർത്തിയാക്കി. ഇത്രയും നേരം വോളിബോളിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും കളിക്കാരാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതിന്റെ കോച്ചായിട്ട് ഈ സിനിമയിൽ അഭിനയിക്കുന്ന മഞ്ജു മാത്രം ഒരു കോൺട്രിബ്യൂഷൻ തരുന്നില്ല. ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് വോളിബോൾ കൈകൊണ്ട് തൊട്ടതാണോ? ആണോ? അപ്പൊ അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ദൈവമേ, ഞാൻ അറിയാത്ത ഒരു ഇത് പഠിച്ചെടുക്കണമല്ലോ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെ ചെയ്യാം, അത് ടെൻഷനായിട്ട് മാറിയിരിക്കണോണ്ട് കാര്യമില്ലല്ലോ. പക്ഷെ ഇത് എന്നെ അതെ അതെ ഈ എന്നുവെച്ചാ ഈ സിനിമയിലേക്ക് ഇതിന്റെ ഒരു ആദ്യത്തെ 2 വരി കഥ കേട്ടപ്പോ തന്നെ എനിക്ക് അത് ഞാൻ നേരത്തെ എനിക്ക് ഈ സിനിമ എനിക്ക് തിയേറ്ററിൽ കാണണം എന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. അപ്പൊ അതിലൊരു ഭാഗവും കൂടി ആവാൻ സാധിക്കുന്നത് എന്റെ ഭാഗ്യല്ലേ. അപ്പോൾ ആളുകൾ ഇഷ്ടപ്പെട്ട് കളിക്കുന്ന, ഒരു പക്ഷെ ചിലപ്പോൾ ക്രിക്കറ്റിനെക്കാട്ടിലും ഫുട്ബോളിനെക്കാട്ടിലും ഒക്കെ കൂടുതൽ ആളുകൾ ആളുകളുടെ ഒരു ഏത് ഗ്രാമത്തിൽ ചെന്നാലും ഒരു വോളിബോൾ ഗ്രൗണ്ട്, ഒരു കോർട്ട് നമുക്ക് എന്തായാലും കാണാൻ. അതെ അതെ. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയുടെ ഭാഗമാവുക എന്നുള്ളത് ഒരു തോന്നി. അത് പിന്നീട് ദീപു ആണ് അതിന്റെ സംവിധായകൻ, അരുൺ ആണ് അതിന്റെ സ്ക്രിപ്റ്റും അതൊക്കെ. അരുണിന്റെ തന്നെയാണ് വേട്ടയിലെ എൻ്റെ കഥാപാത്രം അരുൺ സൃഷ്ടിച്ചതാണ്. അരുണും രാജേഷും ചേർന്ന് സൃഷ്ടിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു എന്തുകൊണ്ടും നല്ലൊരു ടീമും നല്ലൊരു എനിക്ക് തന്നെ ഒരു ഭയങ്കര ഇഷ്ടം തോന്നിയൊരു കഥ ആണ്. അപ്പൊ അതിൻ്റെ ഒരു വോളിബോളിൽ പിന്നെ നമുക്കൊക്കെ പഠിച്ച് എടുക്കാവുന്നതല്ലേ ഉള്ളൂ എന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു. കാരണം അതിന് ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ട്രെയിനിങ് ഉണ്ടാകും എന്നുള്ളതൊക്കെ ദീപു ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിലൊരു പേടിയൊന്നും. എത്ര ദിവസം എടുത്തു ഒരു സ്മാഷ് നല്ലോണം അടിക്കാൻ? എത്ര ദിവസം എടുത്തു പഠിക്കാൻ? ഞാൻ പറയാം, ഒറ്റ പ്രാവശ്യം ചെയ്തു. കാരണം അല്ല, അത് ഒരു അനുഭവം പറയായിരുന്നു. പിന്നെ എത്ര ചെയ്തിട്ടും കാര്യമില്ല. അങ്ങനെയല്ല, നമ്മളെ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഫസ്റ്റ് മഞ്ജുവിന്റെ ട്രെയിനിങ് സെഷൻ വരുന്നത്. നമ്മുടെ കോച്ച് ഹർലാൽ സാർ പറഞ്ഞു, അത് ഇങ്ങനെയാണ്, ഇതിന് ദീപു ഒരു കാര്യമൊക്കെ ഉണ്ട്, ഇതിന് ശരീരം കറക്റ്റ് പോസ്റ്ററിൽ വരണം, ഇതൊക്കെയാണ്. അത് മഞ്ജുവിനെ കൊണ്ട് ചെയ്യിച്ചാൽ മതി. ഫോട്ടോ സെഷന് വേണ്ടി സാർ ജസ്റ്റ് ഇങ്ങനെ മഞ്ജു ഇത് താടി ടോസ് ചെയ്യണം, ഇതാണ് ടോസ് ചെയ്ത് ഇത് സ്മാഷ് ചെയ്യണമെന്ന് പറഞ്ഞ് മഞ്ജു ചാടി ഇത് ചെയ്തിട്ട് അയാൾ ഒരു 2 മിനിറ്റ് ഇങ്ങനെ നിന്നു ഡാൻസ് പിടിച്ചുകൊണ്ടായിരിക്കും, ഇതാണ് കറക്റ്റ് പോസ്റ്റർ. എനിക്കിനൊന്നും പഠിപ്പിക്കാനില്ല. അപ്പം അതാണ് നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം എത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഇതിൽ തന്നെ മഞ്ജു കറക്റ്റ് പോസ്റ്ററിൽ സ്മാഷ് ചെയ്തു എന്നുള്ളതാണ് എന്റെ അനുഭവം. ഇവരൊക്കെ ഞെട്ടിക്കാൻ വേണ്ടിട്ട് കുറെ വീഡിയോസ് ഒക്കെ പോയി കണ്ടോ? പിന്നീടുണ്ടെന്ന് പറഞ്ഞു. കാരണം ഒരു പ്രാവശ്യം ചക്ക വീണ മുതൽ ചത്തു, പിന്നെ ചാവില്ലല്ലോ. പക്ഷെ 3 ദിവസം എനിക്ക് ശരിക്കും കോച്ചിന്റെ ഒരു മാനറിസംസും കോച്ചിന്റെ ഒരു ശരീരഭാഷയും ഒരു കോച്ച് ഒരു ടീമിനോട് എങ്ങനെ പറഞ്ഞു കൊടുക്കും, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണു എന്നുള്ളതൊക്കെയാണ് എനിക്ക് കൂടുതൽ. പക്ഷെ ഈ ബൈചേട്ടനെയും പപ്പനും പിന്നെ ബാക്കിയുള്ളവരെല്ലാരെയും പോലെ അങ്ങനെ ശരിക്കും ഒരു 2 ആഴ്ചത്തെ ട്രെയിനിങ്ങും
ശരിക്കും കളിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. 2 ആഴ്ച ട്രെയിനിങ് നടത്തിയിട്ട് തന്നെ കളി ഇതുവരെ ശരിയായിട്ടില്ല. ബൈജുന്റെ ഒരു സംഭവം ഞാൻ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ബൈജുട്ടൻ ഞാൻ ആദ്യം കളിക്കാൻ വിളിക്കുമ്പോൾ ഇതിന്റെ എന്താ പറയുക, ബൈജുട്ടൻ പറയണത് ഞാൻ സാധാരണ ഒരു 10:30 എണീക്കുന്ന ആളാണ്, എനിക്ക് ഞാൻ ഒരു വാക്ക് തരാം, ഞാൻ 7 മണി മുതൽ നാളെ മുതൽ ഷൂട്ടിങ്ങിനുണ്ടാവും എന്ന് പറഞ്ഞ ഇതാണ്. അപ്പം ഗെയിമിന്റെ സ്പിരിറ്റിനെ എല്ലാം കാരണം എൻ്റെ ഏറ്റവും വലിയ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ ലൊക്കേഷൻ ചെല്ലുമ്പോൾ ഫസ്റ്റ് ബൈച്ചിട്ട് ഇറങ്ങി. അതായിരുന്നു എല്ലാ പ്ലേയേഴ്സിന്റെയും ഇതിനകത്തുള്ള സ്പിരിറ്റ് എന്ന് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വെയിലത്ത് നമ്മൾ ജയിലിൽ ഷൂട്ട് ചെയ്യുമ്പം ചുറ്റും അതിലാണ്, അപ്പോൾ ഭയങ്കര ചൂടാണ്, ഇത്രമാത്രം വെയിലും ഇത് നിന്നിട്ട് ഫുൾ ടൈം ഗെയിം കളിക്കുക. ഒരു സാധാരണ മാസ്റ്റർ പ്ലേയേഴ്സ് വന്ന് തന്നെ ഒരു ഗെയിം കളിച്ച് കഴിഞ്ഞാൽ ഒരു മതി എന്ന് പറയും. ഇത് രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ ഇവരെ കൊണ്ട് കളിപ്പിച്ചിട്ടുണ്ട്. കാരണം ജയിലിനകത്ത് മരങ്ങളൊന്നും ഇല്ലല്ലോ, കാരണം മരങ്ങളുണ്ട് അവർ ചാടിപ്പോകും. അത് കാരണം വെയിലെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ വെയിലാണ്. പ്രതീക്ഷിച്ചില്ല. ഷേപ്പ് മാറിപ്പോയി. 15 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഷേപ്പ് മാറി. ജപ്പാൻ ബ്ലാക്ക് തയ്ച്ചതുപോലെ ശരീരം. മാത്രമല്ല വേറെ ഗുണം കൊണ്ടുണ്ട്. ബൈച്ചേട്ടനൊക്കെ 7 മണിക്ക് വരുന്നുണ്ട്, ജയിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ 5 മണിക്ക് പുറത്തിറങ്ങാം, അഭിനയിച്ചേ പറ്റുള്ളൂ. ഓടാനും പറ്റില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനകത്ത് പ്രതിയായിട്ടാണ്. മേജർ രവി സാർ ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും പോലീസ് ഓഫീസർ ആവേണ്ടിയിരുന്നില്ല ഒരു വോളിബോൾ താരമായിട്ട് അഭിനയിച്ചാൽ മതിയായിരുന്നു തോന്നിയോ? ആർമിയിൽ കളിച്ചിട്ടുണ്ടോ വോളിബോൾ? അതിന് മുമ്പ് കളിച്ചിട്ടുണ്ടോ? എപ്പോഴും കളിച്ചിട്ടുണ്ടോ? ഞാൻ കുട്ടിക്കാലത്തെല്ലാം വോളിബോൾ കളിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നീടാണ് ഒരു അത്ലീറ്റായിട്ട് നാഷണൽ ലെവലിലേക്ക് പോൾ വോൾട്ട് ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. വോളിബോളിനോട് അന്നും ഇവരുടെ സത്യം പറഞ്ഞാൽ ആ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ പോയ സമയത്ത് ഒരു പഴയൊരു നോസ്റ്റാൾജിയ. ബിക്കോസ് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് വളരെയധികം ആരാധിച്ചിരുന്നവരാണ് ജിമ്മി ജോർജ്, ജോസ് ജോർജ്, സിറിൽ വെള്ളൂർ, ഗോപിയേട്ടൻ IG ആയിട്ട് റിട്ടയർ ആയിട്ടുള്ള അങ്ങനെയൊരു ടീമിനെയൊക്കെ ഞങ്ങൾ കണ്ട് കുട്ടിക്കാലം വളർന്നല്ലോ. അപ്പോൾ നേരത്തെ മഞ്ജു പറഞ്ഞ പോലെ ഞങ്ങളുടെയൊക്കെ ഗ്രാമത്തിൽ ഇപ്പോഴും ഉണ്ട് ഒരു വോളിബോൾ കോർട്ട്. കാരണം അതിൻ്റെ ആ ഒരു സ്പേസ് നമുക്കൊന്നെങ്കിൽ അമ്പലപ്പറമ്പിലോ സ്കൂൾ പറമ്പിലോ എവിടെയെങ്കിലും കിട്ടും. പക്ഷെ ഒരു ഫുട്ബോൾ കോർട്ടിന് അത്രയും സ്ഥലം കിട്ടിയെന്ന് വരില്ല, ക്രിക്കറ്റ് കളിക്കാനും കിട്ടിയെന്ന് വരില്ല, അതൊന്നും ക്രിക്കറ്റും ഇല്ല. സോ വോളിബോൾ ഇന്നും നമ്മുടെ ഓരോ ഗ്രാമത്തിലും എല്ലാവർക്കും അതൊരു ഇഷ്ടമുള്ള കളിയാണ്, ആരെക്കൊണ്ടും കളിക്കാൻ പറ്റുന്ന ഒരു കളിയാണ്. പക്ഷെ അത് പ്രൊഫഷണലായിട്ട് കളിക്കുമ്പോഴായിരിക്കും ഇവർ പറഞ്ഞ ഈ കാര്യങ്ങൾ. അതാണ് ഞാൻ എല്ലാം മിണ്ടാതിരുന്ന് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത്. ഇവരെന്തെല്ലാം ഷൂട്ടിങ്ങിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളത് എനിക്കറിയില്ല. വൈ? ബിക്കോസ് ഐ ആം ഡൂയിങ് എ ക്യാരക്ടർ ഓഫ് എ ജയിൽ IG, അവിടുത്തെ ജയിലിൻ്റെ ആ ഒരു സീനിയർ ഓഫീസറായിട്ടും ആ ഒരു റോളാണ് ഞാൻ അവിടെ ചെയ്യുക. അപ്പോൾ ഇവരുടെ എക്സ്പീരിയൻസ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. വാട്ട് ആർ ദ തിങ്സ് ദേ ഹാവ് ഗോൺ ത്രൂ. അതിൻ്റെ ഒരു ഫൺ എന്ന് പറയുന്നത്, അത് ദീപു പറഞ്ഞ പോലെ ഒരു ഗെയിമിൻ്റെ പടം ചെയ്യുന്ന സമയത്ത് അതിന് അതിൻ്റേതായിട്ടൊരു ഫണ്ണുണ്ട്. ബിക്കോസ് എല്ലാവരും ആ ഒരു ഗെയിം സ്പിരിറ്റിലാണ് ആ പടം ചെയ്യുന്നത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല 7 മണിക്ക് ഷൂട്ടിന് വന്നു എന്ന് പറയുന്നത്. ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ 7 മണിക്കല്ല, രാവിലെ 6 മണിക്കാണെങ്കിൽ എത്തും. അപ്പം അതുകൊണ്ട് വെറുതെ ഉണർന്നിരിക്കേണ്ട കാര്യമില്ല. ദീപൻ അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കാം. And it will be a fun with that spirit of a game. അതാ ചിത്രത്തിലേക്ക് കാണാൻ സാധിക്കും തീർച്ചയായിട്ടും. That is what I ഞാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം രവിയേട്ടൻ പറഞ്ഞു. ഞാൻ ഇതൊക്കെ ഇങ്ങനെ വാക്കുകളിലാക്കി പറയുമെന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിയിരിക്കുകയായിരുന്നു. താങ്ക് യു. രവി സാർ എന്നാണ് തിരിച്ചൊരു പണി കൊടുക്കുന്നത്. ഞാൻ അത് തന്നെ പറഞ്ഞത്. ഇതിപ്പം ദീപുനെ ഇപ്പം വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദീപു ഇപ്പം ഈ പടത്തിൻ്റെ ഡയറക്ടറാണ്, പിന്നെ ഞാൻ ആക്ടറാണ് ഇതിനകത്ത്. സോ ഐ ഗോട്ട് ടു ലിസൺ ടു ഹിം. ഞാനൊരു ഡയറക്ടറാണ്, ഞാനിപ്പോൾ പടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പം ദീപുനെ പടത്തിൽ അഭിനയിക്കാൻ വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റില്ല. പക്ഷെ എൻ്റെ അല്ല, അതിനകത്ത് എന്താ രസം എന്ന് വെച്ചാൽ ദീപു വിളിച്ചു, ഞാനൊരു കമ്മീഷണറായിട്ട് ഞാൻ യൂണിഫോം ഒക്കെ ഇട്ടിട്ടുള്ളതൊക്കെ തന്നെയാണ്. ഞാൻ ദീപുനെ വിളിക്കുന്നത് ഇനി പട്ടാളക്കാരനായിട്ടായിരിക്കും. അത് രാജസ്ഥാനിലെ മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് എന്താക്കും എന്നുള്ളത് ദീപുവിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പട്ടാളക്കാരനാവണം. ദീപു ചെറുത് എന്നോട് പറയായിരുന്നു, എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം പട്ടാളക്കാരനാണോ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞു, അന്ന് ദീപുവിന് ഒരു 10-14 വയസ്സേ കാണുള്ളൂ. ഞാൻ പറഞ്ഞു, ദീപു നിന്റെ ബോഡി ലാംഗ്വേജ് അതിന് പറ്റിയതല്ല, ദയവ് ചെയ്ത് നീ അതിന് പോകരുത്. അത് തന്നെയാണ്. അല്ല ബിജു, ഏത് സമയത്തും ബിജുവിന് ദീപുന് അന്നും അതെ ഇന്നും അതെ എവിടെ കാണുന്ന സമയത്ത് he'll try to give me a proper attention. അത് കഴിഞ്ഞിട്ട് സല്യൂട്ടും. ആ ഭൂതം ഇതുവരെ ഇറങ്ങി പോയിട്ടില്ല. അപ്പൊ അതിപ്പോഴും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല, വേറെ എനിക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്താണെന്നറിയാം, ഞാൻ അഭിനയിക്കാൻ പോകത്തില്ല എന്നുള്ളതിന്. പട്ടാളത്തിന് ഈ വയറ് വെച്ചിട്ട് അങ്ങോട്ട് ഇപ്പോഴേ ബട്ടൺസ് പൊട്ടുന്നു. അങ്ങനെ
ബട്ടൺസ് പൊട്ടുന്ന അല്ല, ഞങ്ങൾക്ക് buttons പൊട്ടുന്ന പട്ടാളക്കാരൻ മതി. ഞങ്ങൾക്ക് അങ്ങനെയുള്ള ആൾക്കാർ ഞാൻ നോക്കില്ല അത് ഞാൻ അങ്ങനെയാ. ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പൊ ഇപ്പോഴും യുവ നടനായിട്ട് തുടരുന്ന ബൈജു ചേട്ടാ, വോളിബോൾ എന്ന ഒരു തീമായിരുന്നോ കരിങ്കുന്നം സിക്സസിൽ യെസ് പറയാനുള്ള പ്രചോദനം? അല്ല, യുവനടനായിട്ട് തുടരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായി. യുവനടനല്ലേ? പണ്ടത് അന്ന് കണ്ടിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. പണ്ട് കാലത്ത് അവര് കണ്ടതാണ്. പാർവതി കണ്ടതാണ്. പാർവതി എന്താ ചോദിച്ചേ? സിനിമയില് പണ്ട് കണ്ട പോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നു. അതല്ല, വേറെ അത് വീണ്ടും കേൾക്കാൻ വേണ്ടിയാ. സിനിമയെ പറ്റി എന്തോ ചോദിച്ചു? ആ വോളിബോൾ എന്ന ഒരു തീം തന്നെയാണോ കരിങ്കുന്നം സിക്സ് എന്ന സിനിമയിൽ അഭിനയിക്കാൻ യെസ് പറയാൻ തോന്നിയത്? അതായത് ദീപു എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഞാനിങ്ങനെ സിനിമ ചെയ്യാൻ പോവാണ്, അപ്പോൾ വോളിബോൾ പ്ലെയർ ആയിട്ടാണ് അഭിനയിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നേരിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ദീപു എന്നെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ കഥയൊക്കെ പറഞ്ഞു. കഥ കേട്ടാലും ഞാൻ സിനിമ അഭിനയിക്കാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ, പുള്ളി പറഞ്ഞുകൊണ്ട് ഞാൻ കേട്ടെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കഥാപാത്രത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, ചേട്ടാ വോളിബോളൊക്കെ പണ്ട് സ്കൂളിലൊക്കെ കളിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ ടീമിലുണ്ടായിരുന്നു, കോളേജിലും ടീമിലുണ്ടായിരുന്നു. കാരണം ഞാനത് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ആ റോള് വേറെ ആരും ചെയ്യും. ഞാൻ ജീവിതത്തിൽ കളിച്ചിട്ടില്ല വോളിബോൾ. ഞാൻ അപ്പൊ ഞാൻ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ചോദിക്കുന്നു. ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോഴാണ് വോളിബോൾ ആദ്യമായിട്ട് കൈകൊണ്ട് തുടങ്ങുന്നത്. സത്യമായിട്ടും അതെ, മഞ്ജുവിന് കൂട്ടുണ്ട്, മഞ്ജു ചേച്ചിക്ക് കൂട്ടുണ്ട്. സത്യമായിട്ടും ഇതാണ് ഞാൻ എന്നിട്ട് പക്ഷെ ഞാൻ വിട്ടില്ല കേട്ടോ. ഞാൻ ഒരാഴ്ച ഇപ്പൊ പറഞ്ഞില്ല. ഞാൻ ഒരു കാര്യം പറയാം. ഈ കളിച്ചോണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം പ്ലേയേഴ്സ് ആയതുകൊണ്ട് അവരെല്ലാം ഭയങ്കര ഇതുണ്ട്. അപ്പം ബൈജേട്ടൻ സൈഡിൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് എനിക്ക് കൂടെ താഴെ പോകണം. കളിച്ചോണ്ടിരിക്കുമ്പോഴേ ഇവര് ആ കെവിൻ എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്, നമ്മുടെ കെനിയക്കാരൻ. അയാള് എല്ലാ ബോളും അയാൾ തന്നെ എടുക്കും. ഞാൻ തൊട്ടടുത്തേക്ക് ഞാൻ ഇവന്റെ ചെവി പറഞ്ഞു, എനിക്കും കൂടെ താഴെ പോകണം. പിന്നെ ഇവന് മലയാളം അറിഞ്ഞിട്ടുള്ളതായിരുന്നു. പപ്പൻ എന്തുണ്ട് ഈ സിനിമയിലെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വോളിബോൾ, സിൻസ് ഇറ്റ്സ് എ സ്പോർട്സ് റിലേറ്റഡ് മൂവി, ഞാൻ നാഷണൽ ലെവലിൽ ബാസ്കറ്റ്ബോൾ കളിച്ചിട്ടുണ്ട്. സോ സ്കൂൾ ഡേയ്സിൽ ഫ്രീ ടൈമിൽ വോളിബോളും കളിച്ച ഒരു ഇതുള്ളതുകൊണ്ട് ഇറ്റ് വാസ് ഈസി ഫോർ മീ ടു പിക്കപ്പ്. സോ നല്ലപോലെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ പല സ്ഥലങ്ങളും നമ്മൾ സേവ് ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് തമ്മിൽ നമ്മളെ ട്രെയിനറുണ്ട്, നമുക്കൊരു കോച്ചൊക്കെ ഉണ്ടെങ്കിലും ഒരു പരിധി കഴിഞ്ഞപ്പം ഇവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് എത്തി. നീ സെൻട്രൽ സോൺ ചെയ്യും, ഞാൻ അത് ചെയ്യുന്നു. നമ്മളറിയാം, നമ്മളിതൊന്നും അറിയുന്നില്ല. പിന്നെ നമ്മൾ ആ ഗെയിം കരിങ്കുന്നം റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇവർ തമ്മിലൊരു ഓൾറെഡി അവര് തീരുമാനിച്ചു ഇത് ഫിക്സ് ചെയ്ത് ആ കളിച്ചു തുടങ്ങി. ആണ് ഞാൻ പറഞ്ഞത്, ഇതിലൊരു ഫൈനൽ ഷൂട്ട് ചെയ്യാം. നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതായത് കളി കാര്യമായി. ശരിക്കും കരിങ്കുന്നം സിക്സ് ടീമായി അവിടെ. അതെ, കാരണം ഇത് നമ്മൾ ഫൈനൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഞാൻ മഞ്ജുവിന്റെ അനൂപിന്റെ ഒരു ഷോട്ട് അപ്പുറത്ത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് 3 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഇപ്പുറത്ത് ഇവരെല്ലാവരും കൂടെ വാം അപ്പ് ഗെയിം എന്ന് പറഞ്ഞ് ചുമ്മാ അവിടെ നിന്ന് കളിച്ചു തുടങ്ങി. നമ്മൾ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റുള്ള കുറേ പേര് 500 പേരെ കൊണ്ട് എടുത്തിട്ടുണ്ട്. അവരൊക്കെ ഭയങ്കര ആർപ്പ് വിളി. നമ്മളിത് എന്താണെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ശരിക്കും കളി തുടങ്ങി. നമ്മൾ ഇതുവരെ ഇത് ചെയ്യാത്ത രീതിയിൽ തമാശ തുടങ്ങി. ഇത് വളരെ സീരിയസ് കളിയാണ്. നോക്കിയപ്പോൾ നമ്മൾ ഒരിക്കലും ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് ഭയങ്കരമായി ഇവരെ കളിച്ചു. ഉടൻ തന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ക്യാമറ എല്ലായിടത്തും സെറ്റ് ചെയ്തിട്ട് ഈ കളിയാണ് ഷൂട്ട് ചെയ്തത്. ഇതാണ് ഈ സിനിമയിലെ ഫൈനൽ ഗെയിമായി ഇപ്പോഴിരിക്കുന്നത്. അപ്പോൾ ദീപന്റെ ക്ലൈമാക്സ് ഹി ഗോട്ട് ഇറ്റ് നാച്ചുറലി. ദാറ്റ് ഈസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു സ്മാഷ് എവിടെ വെക്കും ഈ ക്യാമറ, ആ സ്മാഷ് ശരിക്കും അവിടെ വരില്ല. അതെങ്ങനെ നോക്കി ഏത് ബ്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ then you got to loosen the block lens. അപ്പോൾ അത് കിട്ടില്ല. പക്ഷെ ഇതിങ്ങനെ കിട്ടിയെന്ന് പറയുന്ന സമയത്ത് ഓഫ്കോഴ്സ് യു ആർ ഷൂട്ടിംഗ് വിത്ത് 4 ക്യാമറാസ് ഇല്ല, 4 ക്യാമറയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ദീപൻ got a good ഷോട്ട് എന്നുള്ളതെന്ന് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ആശ്വാസം അതായിരുന്നു, 4 ക്യാമറ ഉണ്ടായിരുന്നു. ബാക്കി 3 ക്യാമറ ശരിയായില്ലെങ്കിൽ 1 ക്യാമറ ശരിയാവും. നല്ലൊരു ബിൽഡപ്പ് എന്തായാലും ഒന്ന് കിട്ടിക്കഴിഞ്ഞു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പ്രതീക്ഷ കുറെ കൂടെ കൂട്ടിട്ടോ പ്രേക്ഷകർ പ്രതീക്ഷ. പിന്നെ എന്താ പറയുക, ഒരു സാധാരണ വോളിബോൾ ടീം അല്ല എന്തായാലും ഈ ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. പൂജപ്പുര ജയിൽ പുള്ളികളിൽ നിന്നാണ് ഒരു ടീം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ശരിക്കും ദീപ് ചേട്ടയാണോ അതോ? അല്ല, ഇത് ഈ സിനിമയുടെ ത്രെഡ് എന്ന് പറയുന്ന അരുൺലാൽ രാമചന്ദ്രന്റെ സ്റ്റോറിയാണ്. അപ്പൊ അതിനകത്ത് ആദ്യമേ ഉണ്ട് ഈ ജയിൽ എന്നുള്ളത്. അപ്പം ആ സ്റ്റോറിയുടെ ഫസ്റ്റ് ലൈനിൽ തന്നെ ജയിലിനകത്ത് ഒരു കോച്ച് വന്ന് അവിടുത്തെ ഉള്ള ഇൻമേറ്റ്സിന്റെ ഒരു ടീം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ത്രെഡ്. അത് പെട്ടെന്ന് ഒരു ദിവസം ഒരു ഡിസ്കഷനിലാണ് ഇതൊരു ലേഡി കോച്ചായാലും എങ്ങനെയാന്ന് വരുന്നത്. ബാക്കി കഥ എനിക്ക് തോന്നുന്നു മഞ്ജു ഇത് എഗ്രി ചെയ്ത് എല്ലാം ഓക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് മഞ്ജുവിനെ വിളിക്കുന്നത് അവിടുത്തെ ഒറിജിനൽ വോളിബോൾ ടീമുണ്ട് ജയിലിനകത്ത്, അവരുടെ മാച്ച് ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പം മഞ്ജു ഇങ്ങനെ കയറുമ്പം ആ ചിരി ഞാൻ എപ്പോഴും മറക്കത്തില്ല. അതായത്
നല്ല പേടി മുഖത്തുണ്ട്. ഈ ഡോർ ഇങ്ങനെ തുറക്കുമ്പോൾ ഒരു ശബ്ദമുണ്ട്. ശബ്ദം എനിക്ക് ഇങ്ങനെ ഒരു വളിച്ച ചിരി മുഖത്ത്. അഡ്വഞ്ചർ പറയുന്നതായിട്ട്. അല്ല, നമ്മളിതിങ്ങനെ സിനിമയിലും ഒക്കെ കണ്ടിട്ടുള്ള ആ ഒരു ചിത്രമാണല്ലോ മനസ്സിൽ. അപ്പൊ ആ ഭയങ്കര കറക്കറ ശബ്ദത്തോടെ വാതില് തുറന്നപ്പോ തന്നെ റെക്കോർഡിങ്ങിനേക്കാൾ ഭയങ്കര സൗണ്ടാണ്. ശരിക്കും ഭയങ്കര ശബ്ദം. തുറന്നപ്പോ തന്നെ എന്ന് പറഞ്ഞൊരു അടി ഉള്ളില്. അത് കഴിഞ്ഞിട്ട് അകത്തേക്ക് കാലെടുത്ത് വെക്കും. നമുക്ക് എന്താണെന്ന് അറിയില്ലല്ലോ. ഒരു ഒട്ടും നമ്മൾ ഇതുവരെ ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു ലോകമാണ്. അപ്പൊ അതിൻ്റെ അകത്ത് കാലെടുത്ത് വെച്ച് ദൈവം ഇതിൻ്റെ അകത്തൊക്കെ എങ്ങനെയായിരിക്കും, അപ്പൊ ഒരു 2 അടി നടന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ആളുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഭയങ്കര ഒരു അങ്കലാപ്പായി. അതിനുശേഷമാണ് ഓരോരുത്തർ അവിടെ കാണുന്നു ഇവിടെ കാണുന്നു, ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. പക്ഷെ എന്നിട്ട് അവിടെ നിന്ന് എത്തി നോക്കുന്നു ആളുകൾ മറ്റേ ജയിൽ യൂണിഫോമിലും ഒക്കെ. ചിലര് ഞാൻ നോക്കി ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അപ്പൊ ചിലര് തിരിച്ച് ചിരിക്കുന്നുണ്ട്, ചിലര് ഗൗരവത്തോടെ തന്നെ, ചിലര് തിരിച്ചങ്ങനെ പോണു. അങ്ങനെയുള്ളൊരു അന്തരീക്ഷം. അവരുടെ കുറച്ചെന്തോ കോമ്പറ്റീഷനുകളും ഒക്കെ ഉണ്ടായിരുന്നു, അതിന്റെ സമ്മാനദാനവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ചൊരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഒരു കുറച്ചൊന്ന് സമാധാനമായി. പക്ഷെ അതിനുശേഷം ഷൂട്ടിങ്ങിനായിട്ട് ആദ്യം ചെല്ലുമ്പോഴും അന്ന് പക്ഷെ കുറേ ഇനോഗ്രേഷന് ചെല്ലുന്ന സമയത്ത് ഈ സിനിമ ഓൾറെഡി ചർച്ചയായിട്ടുണ്ടായിരുന്നോ? അതിന്റെ ഒരു ലോഞ്ച് കൂടിയായിരുന്നു. അപ്പൊ ജയിലിന്റെ അകത്ത് ശരിക്കുള്ള വോളിബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനവും കൂടി അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് കുറച്ചു നേരം അതിന്റെ അകത്ത് നിന്നുള്ളൂ. അതിനുശേഷം പിന്നീട് പോകുന്നത് ഈ ഷൂട്ടിങ്ങിന്റെ ആദ്യത്തെ ദിവസമാണ്. എത്ര ദിവസം ഉണ്ടായിരുന്നു ശരിക്കും പൂജപ്പുര? 17 ദിവസം. 17 ദിവസം ഇവരെല്ലാരും നമ്മളോട് സഹകരിച്ചതിന് 17 ദിവസം ജയിലിൽ മാത്രം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. കാരണം അടച്ചാ പിന്നെ പുറത്തേക്ക് വരാൻ പറ്റില്ല. രാവിലെ എല്ലാരും ശരിക്കുമുള്ള ജയിൽപ്പുള്ളികളൊക്കെ സിനിമ ഏതെങ്കിലും സീനിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ? 4-5 പടം പോയി. കഥ പറയാൻ വന്നിരിക്കുന്ന ആൾക്കാർ ഞാൻ ജയിലിനകത്തായി, അങ്ങനെ അവരെല്ലാം തിരിച്ചു പോയി. മറ്റേ പണ്ട് ശശിയേട്ടൻ ഭരണിയില എന്ന് പറഞ്ഞ പോലെ ഇനി 3 വർഷം കഴിഞ്ഞ് കഥ പറഞ്ഞാൽ മതി. ഇനി ഇത് പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും മെന്റലി ഒരു നമുക്ക് തന്നെ ഒരു ഉൾഭയം എപ്പോഴും ഉണ്ടാവാൻ. എല്ലാരും ഭയങ്കര മര്യാദ, പതുക്കെ സംസാരിക്കത്തുള്ളൂ. ആർക്കും ഒരു പ്രശ്നങ്ങളുമില്ല. കാരണം കൊട വേണ്ട, കണ്ണാടി വേണ്ട, ചെയർ വേണ്ട, ഒന്നും വേണ്ട. ആർക്കും മേക്കപ്പ് ഒന്നുമില്ല. ആർക്കും മേക്കപ്പ്. പിന്നെ ജയിൽ പുള്ളികളായിട്ട് നമുക്ക് ഇന്ററാക്ഷൻ അധികം പോസിബിൾ അല്ല. കാരണം എന്ന് വെച്ചാൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം അവരെ ഇവാക്യുവേറ്റ് ചെയ്ത് ആ സ്ഥലത്ത് നമുക്ക് അങ്ങനെ പാടില്ല എന്നുണ്ട്. അവർ പറയുന്ന സ്പെസിഫൈഡ് ആയിട്ടുള്ള സംഭവങ്ങൾ. പക്ഷെ ബ്രീഫായിട്ട് ഈ പുറത്തുള്ള ആൾക്കാരായിട്ടുള്ള മീറ്റിങ്ങും അവിടുത്തെ ഒരു ആക്ടിവിറ്റി എന്താണെന്നൊക്കെ വളരെയധികം അടുത്തറിയാൻ കഴിഞ്ഞു. ഋഷാജ് സർ ജയിലിൻ്റെ ഇൻചാർജ് ആയിട്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും പറയും ഈ ജയിൽ ഇൻമേറ്റ്സിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കണം. അപ്പോൾ അവർക്ക് ചില അവർ ഫങ്ഷൻ ചെയ്തിട്ട് നമ്മൾ ആരെങ്കിലും പോയിട്ട് അവരുടെ അടുത്ത് സംസാരിക്കണമെന്ന് നോർമലായിട്ടുള്ള കാര്യം. അങ്ങനെ ഞാൻ വിയൂർ ജയിലിൽ സംസാരിക്കാൻ പോയപ്പം എനിക്ക് വളരെയധികം വിഷമം തോന്നുക, അല്ലെങ്കിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്, ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ ഇങ്ങനെ കൊണ്ടുവന്നു നിങ്ങൾ. അപ്പം പറയുന്ന മുഴുവൻ സമൂഹത്തിനകത്ത് അവരിൽ പലരും അവരറിഞ്ഞുകൊണ്ട് വേണം എന്ന് വിചാരിച്ചിട്ട് കുറ്റം ചെയ്തിട്ടുള്ളവരല്ല, പല സിറ്റുവേഷനിലും ചെയ്തിട്ടുള്ളവരുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒരു വാക്ക് പറഞ്ഞ സമയത്ത് അങ്ങനെ ബിൽഡപ്പ് ചെയ്ത് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും ശരി, നിങ്ങളിപ്പോൾ ജയിൽ ഇൻമേറ്റ്സും എല്ലാവരും കൂടെ ആയിട്ട് ഒരുമിച്ചിരുന്നിട്ട് ഇവിടെ കളിയും തമാശയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ഒരാളിരുന്ന് കരയുന്നുണ്ട് നിങ്ങളെ ഓർത്തുകൊണ്ട്, അത് നിങ്ങളുടെ അമ്മയാണെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഈ പറഞ്ഞ സമയത്ത് ഒരു ചെറുക്കൻ്റെ കണ്ണിന്ന് കുടുകൂടാന്നിങ്ങനെ വെള്ളം വരുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരനുണ്ട്, 10-25 വയസ്സ് കാണുമായിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ഇവർക്ക് സമ്മാനദാനം ഉണ്ടായിരുന്നു. അതിനകത്ത് പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളവർക്കും പാട്ട് പാടുന്നവർക്കും എല്ലാം. അതിനകത്ത് സമ്മാനദാനത്തിൽ ഈ ചെറുക്കനും വന്നപ്പോൾ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവൻ നോർമലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ വന്നപ്പോൾ കയറിയപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്തിനാ കരഞ്ഞെന്ന് വെച്ചു. കൊടുത്തിട്ട് ഞാൻ കൈ കൊടുത്തിട്ട്, ഒന്നുമില്ല സാർ, ഞാൻ ഇനി ഇങ്ങോട്ട് വരില്ല സാർ. അപ്പോൾ എത്ര ദിവസം കൊണ്ടുണ്ട്? 1 വർഷം കൂടെ ഉണ്ട് സാർ. എന്താ കുറ്റം എന്ന് വെച്ചു, കൊലക്കുറ്റമാണ് സാർ. ആ സമയത്ത് ആ മനുഷ്യൻ്റെ കണ്ണിൽ കണ്ടിട്ടുള്ളത്, ഇപ്പം നേരത്തെ ബൈജുവും ദീപവും പറഞ്ഞ പോലെ, അവരെല്ലാം സാധാരണക്കാരാണ്. പല ആളുകളും സിറ്റുവേഷൻ, ഈ സമൂഹം പലപ്പോഴും പലരെയും ഇതുപോലുള്ള ഫോഴ്സ് ചെയ്യുന്നുണ്ട്. ഇതിനെ ഞാൻ പലപ്പോഴും പറയുന്നത് വെച്ചാൽ, ചിലപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ പ്രശ്നങ്ങളുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പ്രശ്നം ഉണ്ടായിരിക്കും. അല്ലാതെ ക്രിമിനൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു അമ്മയുടെ വയറ്റിൽ നിന്നും ഒരാളും പുറത്തേക്ക് വരുന്നില്ല. നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് ഞാനിങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഒരു വയസ്സായ ഒരാൾ, ഒരു 10-70 വയസ്സൊക്കെ വരും.
അയാളെ കയ്യിലൊരു കവറുമായിട്ട് ഇങ്ങനെ ഇറങ്ങി പോകണം. അപ്പോൾ അയാൾ എൻ്റെ ഒരു പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റുമായിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ട് വരിക. അപ്പോൾ ആ പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റ് അടുത്ത് പറയുന്നത് അയാൾ ജീവപര്യന്തം കഴിഞ്ഞിട്ട് ഇറങ്ങുന്നതാണ്. അയാളെ കാത്തു നിൽക്കാനോ വിളിച്ചുകൊണ്ട് പോകാനോ അയാളെ കുടുംബത്തിൽ നിന്ന് ആരുമില്ല. ഇയാളിനി എങ്ങോട്ട് പോകുന്നു എന്ന് ഇയാൾക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ ഇയാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ കുളത്തൂരോ എവിടെയാണ് വീടെന്ന് മാത്രം ഉള്ള ഓർമ്മയിൽ പോകുന്നത്. അപ്പം ഈ ഇൻസിഡന്റ് ഇപ്പോൾ പറഞ്ഞില്ലേ, ഇത് അവിടെ എല്ലാവരും അറിഞ്ഞപ്പോൾ നമ്മുടെ നന്ദു ഇല്ലേ നടൻ, നന്ദുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ജീവപര്യന്തം കഴിഞ്ഞ് പോകുന്ന ആളാണ്, പുള്ളിയെ വിളിക്കാനായിട്ട് വീട്ടിൽ നിന്നും ആരും വന്നില്ല, ഒന്നും വന്നില്ല, ആരുമേ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. എന്നാൽ നന്ദു പറയാണ് അതിന് വീട്ടുകാരെ കൊന്നിട്ടല്ലേ ഇവിടെ ജയിലിൽ കേരളത്തിൽ എന്താ പറയുന്നത്. പിന്നെ ഇമോഷണൽ ആയിട്ടൊരു ഇൻസിഡന്റ് പറഞ്ഞപ്പോ അല്ല, ഇന്നത്തെ എനിക്ക് വേറെ കാര്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഈ കരികുന്ന സിക്സസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, പൂജപ്പുര സെൻട്രൽ ജയിലിനെ കുറിച്ചാണ്? കുറേ സമയമായിട്ട് സെൻട്രൽ ജയിലിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും എല്ലാ താരങ്ങളും ഇന്ന് ഇവിടെ എത്തിയിട്ടില്ല. ബാക്കിയുള്ള ഇതിനകത്തെ കഥാപാത്രങ്ങളെ കുറിച്ച് ഇതിൻ്റെ ആർട്ടിസ്റ്റിൻ്റെ ലിസ്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ ഒരു എപ്പിസോഡ് അതിന് മാത്രം വേണം. കാരണം ഞാൻ മഞ്ജുവിനോട് സംസാരിച്ചു, അമ്മ ജനറൽ ബോഡി മീറ്റിംഗ് പോലെയായിരുന്നു, ഇല്ലാത്ത ആർട്ടിസ്റ്റുകൾ കുറവായിരുന്നു. ഇതെല്ലാം ഷൂട്ട് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ കാണാം ഏകദേശം 16 മണിക്കൂറിൻ്റെ റഷുണ്ട് ടോട്ടൽ. അതിൽ നിന്നും 2 മണിക്കൂർ സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു ജോലിയായിരുന്നു. ഞാൻ പറയുന്നത് 16,000 ഫീറ്റിലായിരുന്നു, അല്ല ഫീറ്റില്ല, ആവേഴ്സ്, മണിക്കൂർ, 16 മണിക്കൂറുണ്ടായിരുന്നു. അഥവാ ഈ പടം സൂപ്പർ ഹിറ്റ് ആണ്, സെക്കൻഡ് പാർട്ട് അത് ബാക്കി മിക്ക റീടേക്ക് ആയിരിക്കും. സ്മാഷ് അടിക്കുന്നത് റീടേക്ക് ആയിരിക്കും. അപ്പം സാജൻ എന്ന് പറഞ്ഞ എൻ്റെ എഡിറ്റർ, അയാൾ 1 മാസം ഇരുന്നിട്ടാണ് 1200 ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും പിക്ക് ചെയ്ത് അതിലെ റൈറ്റ്സ് ഒരു ഗെയിമിന്. അപ്പം 1200 ഷോട്ടോ ഒരു ഗെയിമിന് ചേട്ടാ? അതേപോലെ എത്ര ഗെയിം ഉണ്ട് ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ അതൊക്കെ എനിക്കിപ്പോ ആലോചിക്കുന്നത് ഭയച്ചിട്ടാ ഭയങ്കര ക്രൂരമായിരുന്നു. പീഡനമായിരുന്നല്ലോ, 15 ദിവസം തടവ് തന്നെയായിരുന്നു, കഠിന തടവായിരുന്നു. മലയാളത്തില് നല്ല ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ച് സിനിമകളേ ഉള്ളൂ സ്പോർട്സ് റിലേറ്റഡ് മൂവീസ്. അതിൽ വോളിബോളിന്റെ ഈ ഒരു ലഗാനിന് ശേഷം നമ്മൾ കാണുന്ന സ്പോർട്സ് മൂവി കരിങ്കുന്നം സിക്സസ് ആണ്. അതേപോലെ പൂജപ്പുര ജയിലില് കാര്യം ചോദിച്ചാൽ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഡിസിപ്ലിൻ നമ്മൾ പഠിക്കും. ലൈക്ക് യു വിൽ നോ ഇതാണ് ജയിലിനകത്തുള്ള ജീവിതം. സോ യു ബെറ്റർ ഡോണ്ട് ഡു എനി ക്രൈം. അറിയാതെ പപ്പന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫയർമാനകത്തും ജയിലിനകത്തായിരുന്നു. അപ്പം ഞാനിത് ശ്രദ്ധിക്കുന്നത്, ഞാൻ ആ സിനിമ കഴിഞ്ഞു നമ്മുടെ റീ റെക്കോർഡിങ്ങിന് രാഹുലിനെ കൊണ്ടെടുത്തപ്പം രാഹുലിന്റെ ഇവ ഇതൊരു ജയിലിൽ നിന്ന് ഇറങ്ങിയില്ലേ. അപ്പൊ ആ ഡിസിപ്ലിൻ ആദ്യമേ കൊടുത്തിട്ട് ബാക്കി സിനിമയിലേക്ക് കൊണ്ടുവരാന്ന് വിചാരിച്ചു. അപ്പൊ ദീപ് ചേട്ടാ, ഈ പെരുന്നാളിന് എന്തുകൊണ്ട് പ്രേക്ഷകർ കരിങ്കുന്നം സിക്സസ് എന്ന സിനിമ തീർച്ചയായിട്ടും കണ്ടിരിക്കണം? ഈ പറയത്തില്ലേ, എനിക്ക് ശരിക്കും അറിയത്തില്ല, ഈ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട്. അതായത് 27-ാം രാവിൽ നബി അനുഗ്രഹിച്ചു എന്ന് പറയുന്ന ആ നിമിഷമുണ്ട്. ആ അനുഗ്രഹം ഈ സിനിമ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ റംസാൻ ആശംസകളും അതുപോലെ എല്ലാവർക്കുമായിട്ട് നമ്മുടെ ടീമിന്റെ ഭാഗം. ഞങ്ങളുടെ 100% ആത്മാർത്ഥത മുഴുവൻ ഇതിൽ ഇട്ടിട്ട് ഏറ്റവും സന്തോഷത്തോടെ ഞങ്ങൾ ചിത്രീകരിച്ച ഒരു സിനിമയാണ് കരിങ്കുന്നം സിക്സസ്. അത് അതേ ഒരു സന്തോഷത്തോടെ, അതേ ഒരു നന്മയോടെ പ്രേക്ഷകരും അത് 2 കൈ നീട്ടി സ്വീകരിക്കും എന്നുള്ള പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ. എല്ലാവർക്കും റംസാൻ ആശംസകൾ. അപ്പോൾ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ തുടക്കത്തിൽ ആദ്യത്തെ ഷോട്ടിൽ മഞ്ജു സ്മാഷ് അടിച്ച പോലെ തന്നെ കരിങ്കുന്നം സിക്സസ് സ്മാഷിംഗ് ഹിറ്റായിട്ട് മുന്നേറട്ടെ. ആൻഡ് ഈ ടീമിന്റെ വകയും എന്റെ വകയും എല്ലാവർക്കും ഒരിക്കൽ കൂടി പെരുന്നാൾ ആശംസകൾ. താങ്ക് യു സോ മച്ച്.